ഭോപ്പാലിൽ മലയാളി സംഘടനകളുടെ സ്വീകരണ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് തടഞ്ഞു. ആർഎസ്എസുകാർ പിണറായിയെ തടയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പോലീസിന്റെ നടപടി. സംഭവം വിവാദമായതോടെ മധ്യപ്രദേശ് സർക്കാർ ക്ഷമ ചോദിച്ചു. സിജു സുഗതൻ വിവരങ്ങൾ നൽകും. സിജു, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, ഇന്ന് വൈകിട്ട് 5:30 മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവം ഉണ്ടായത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഇന്ന് വൈകിട്ട് 5:30 ഭോപ്പാലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയാളി സംഘടനകൾ പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് മുഖ്യമന്ത്രി താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് പരിപാടി സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് പോലീസ് സ്ഥലത്തെത്തി മുഖ്യമന്ത്രിയെ തടഞ്ഞത്. ആർഎസ്എസുകാർ പ്രതിഷേധം ഉണ്ടാക്കുമെന്നും ഇത് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിന്റെ നടപടി. പോലീസ് ഇക്കാര്യം വിശദീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതെ തിരികെ ഹോട്ടൽ മുറിയിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഇതേ തുടർന്ന് സംഭവം പിന്നീട് വിവാദമായതിനെ തുടർന്ന് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ വന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് ഖേദം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവിയും ഭോപ്പാൽ ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഏതായാലും സംഭവം വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് മധ്യപ്രദേശ് സർക്കാർ ഈ ഒരു നടപടിയിലേക്ക് തുനിഞ്ഞത്. ഇതേ തുടർന്ന് ദുബായിലായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് ഫാഷിസ്റ്റ് അക്രമം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വം തന്നെ ഇതിനെ സംസ്ഥാനത്തിനാകെ അപമാനമാകുന്ന പ്രവൃത്തിയാണ് മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ കേരളീയർ ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്ത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ തടഞ്ഞത് രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആർഎസ്എസുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം പോലീസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞത്. ഇത് രാജ്യത്ത് തന്നെ വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് അരുൺ. ഇപ്പോൾ സിജു സുഗതനാണ് വിവരങ്ങൾ നൽകിയത്. ഭോപ്പാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞ സംഭവം ജനാധിപത്യ വിരുദ്ധമാണെന്ന് മഹിളാ അസോസിയേഷൻ. മധ്യപ്രദേശിലെ BJP സർക്കാരിന്റെ ധാർഷ്ട്യമാണ് ഇതെന്നും PK ശ്രീമതി പീപ്പിളിനോട് പറഞ്ഞു. ഒരു അന്യായവും അനീതിയുമാണ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോട് BJPയിലെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. വ്യക്തമായി അപലപിക്കണം. കേരള ജനത ഒറ്റക്കെട്ടായിട്ട് RSSന്റെയും BJPയുടെയും ഈ ജനാധിപത്യ ധ്വംസനം, ജനാധിപത്യ മര്യാദ കാറ്റിൽ പറത്തുന്ന ഈ ഒരു സമീപനം അങ്ങേയറ്റം അപലപിക്കണം. BJPയുടെയും RSSന്റെയും അസഹിഷ്ണുതയാണ്. ശശികല AIADMK തലപ്പത്തേക്ക്. ശശികല AIADMK ജനറൽ സെക്രട്ടറി ആകണമെന്ന് മുതിർന്ന നേതാക്കൾ പോയസ് ഗാർഡനിലെത്തി ശശികലയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. 3 ദിവസങ്ങളായി നിലനിന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ശശികല പാർട്ടി ജനറൽ സെക്രട്ടറിയാകണമെന്ന് നേതാക്കൾ പോയസ് ഗാർഡനിലെത്തി ആവശ്യപ്പെട്ടത്. മന്ത്രിസഭാംഗങ്ങളല്ലാത്ത പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ മധുസൂദനൻ, ചെങ്കോട്ടൻ എന്നിവരെ അടക്കമുള്ളവരാണ് ശശികലയുടെ കാര്യം ആവശ്യപ്പെട്ടതെന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ 5 മന്ത്രിമാർ പോയസ് ഗാർഡനിലെത്തി ശശികലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തരും മന്ത്രിസഭാ അംഗങ്ങളുമായ എടപ്പാടി K പളനിസ്വാമി, ഡിണ്ടിഗൽ C ശ്രീനിവാസൻ, P തങ്കമണി, SV വേലുമണി എന്നിവരുമായി ശശികല കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ ധാരണ വരുത്തിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് MGRന്റെ കാലം മുതലുള്ള മുതിർന്ന നേതാക്കൾ ശശികലയെ കണ്ട് പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പനീർസെൽവവും ശശികലയും തേവർ സമുദായങ്ങളാണെന്നതിൽ ഇതിനകം തന്നെ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ട്. ഗൗണ്ടർ സമുദായാംഗമായ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരയെ മുഖ്യമന്ത്രിയോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ആക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് പ്രതിഷേധവും ഉന്നയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന പാർട്ടി ജനറൽ കൗൺസിലാകും ശശികലയുടെ സ്ഥാനാരോഹണം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുക. ശശികലയുടെ ആജ്ഞാനുവർത്തി തന്നെയായ പനീർസെൽവം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയും സർക്കാരും ശശികലയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ആവർത്തിച്ച നടി ഗൗതമി. ശാരീരികമായി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്ന ജയയുടെ ചികിത്സയിലടക്കം തീരുമാനങ്ങൾ എടുത്തത് ആരാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഗൗതമി പറഞ്ഞു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹതയുണ്ട്. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചതിലും സംശയം ഉയരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയും അനുചരരും സ്വീകരിച്ച നടപടികൾ.
ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് വിവരം. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവരാരെന്നും എന്തെന്നും ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീലാ ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമാണ്. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ വിശദീകരണം നൽകുന്നുമില്ല. സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പലയാവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഡിസംബർ 5 മുമ്പ് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും ADMK വൃത്തങ്ങളുടെ മൗനം കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്നു. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. VVIP കൂടിയായ ജയലളിതയെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയലളിത ജീവിതത്തിന്റെ അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്ത ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ADMK അണികളിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറപിടിക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായെങ്കിലും തന്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുതെന്ന് ശശികല നിർദ്ദേശം നൽകിയത്. പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറിയതെന്നും അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നുമാണ് ചെന്നൈയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ വൻ തിരിമറി. എൻട്രൻസ് ജയിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായി കണ്ടെത്തി. 2014 മുതൽ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ നേടിയതായി സംശയമുണ്ട്. AICTEയുടെ അംഗീകാരം വാങ്ങാതെയാണ് കോളേജുകൾ ക്രമക്കേട് നടത്തുന്നത്. അനധികൃത വിദ്യാർത്ഥി പ്രവേശനത്തിന് സർവകലാശാല അധികാരികൾ ഒത്താശ ചെയ്യുന്നതായി സംശയം. എൻട്രൻസ് ജയിക്കാത്തവരുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം റദ്ദാക്കണമെന്ന് ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 13 എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ജെയിംസ് കമ്മിറ്റി നോട്ടീസ് അയച്ചു. നോൺ റെസിഡൻസ് കേരള അഥവാ NRK അഡ്മിഷൻ എന്ന പേരിലാണ് സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ വൻ തിരിമറി നടക്കുന്നത്. എൻട്രൻസ് ജയിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായി ജെയിംസ് കമ്മിറ്റി കണ്ടെത്തി. AICTEയുടെ അംഗീകാരമുള്ള കോളേജുകൾക്ക് മാത്രമേ NRI പ്രവേശനം നടത്താൻ കഴിയൂ എന്നിരിക്കെ NRK അഡ്മിഷൻ എന്ന പേരിലാണ് എൻട്രൻസ് എഴുതാത്ത വിദ്യാർത്ഥികളെ സ്വകാര്യ കോളേജുകൾ പിൻവാതിലൂടെ പ്രവേശിപ്പിക്കുന്നത്. കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകേണ്ട AICTEയുടെ വ്യവസ്ഥകളിലെവിടെയും NRK വിദ്യാർത്ഥി എന്ന നിർവചനം ഇല്ലെന്നിരിക്കെ സർവകലാശാല അധികാരികളുടെ തന്നെ അനുവാദത്തോടു കൂടിയാണ് അനധികൃത പ്രവേശനം നടക്കുന്നത്. 2014 മുതൽ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അഡ്മിഷൻ നേടിയതായി ജെയിംസ് കമ്മിറ്റിക്ക് സംശയമുണ്ട്. ഇതേ തുടർന്ന് എൻട്രൻസ് ജയിക്കാത്തവരുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം റദ്ദാക്കണമെന്ന് ജെയിംസ് കമ്മിറ്റി സർവകലാശാലയ്ക്ക് നോട്ടീസ് അയച്ചു. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 13 എഞ്ചിനീയറിംഗ് കോളേജുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനധികൃതമായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ ഡിസംബറിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഇരുത്തരുതെന്നും ക്രമവിരുദ്ധമായി പ്രവേശനം നേടിയവരുടെ ഹാൾ ടിക്കറ്റ് തിരികെ വാങ്ങണമെന്നും ജെയിംസ് കമ്മിറ്റി സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. എൻട്രൻസ് പോലും ജയിക്കാത്ത വിദ്യാർത്ഥികളെ അനധികൃതമായി സ്വാശ്രയ കോളേജുകൾ പ്രവേശനം നൽകിയതിനും അതിന് സർവകലാശാലയുടെ അനുവാദമുണ്ടായതും സർക്കാർ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. സംഭവത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ബാങ്കുകളിലും ATMകളിലും ക്യൂ നിന്ന് ജനങ്ങൾ സമയം നഷ്ടപ്പെടുത്തരുതെന്ന് പ്രധാനമന്ത്രി. ഇന്റർനെറ്റ് ഉപയോഗിച്ച് പണവിനിമയം നടത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട്. ഗുജറാത്തിലെ ഒരു പൊതുചടങ്ങിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഉപദേശം. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നോട്ട് നിരോധനം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നോട്ട് വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയതിനിടയിലാണ് വീണ്ടും പൊതുചടങ്ങിൽ നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോക്സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തതുകൊണ്ടാണ് ജനസഭയിൽ സംസാരിക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജനങ്ങൾ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ക്യൂ നിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഉപദേശിച്ച പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് ചുവടുമാറണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ നോട്ട് പിൻവലിക്കൽ തീരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നടപ്പാക്കിയതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. बड़े लोग नहीं, छोटे लोगों की ताकत बढ़ाने के लिए ये बहुत बड़ा फैसला मैंने किया और मैं हैरान हूं। सरकार कहती है हम चर्चा चाहते हैं, सरकार कहती है प्रधानमंत्री बोलने के लिए तैयार है, सरकार कहती है प्रधानमंत्री आकर के कहने को तैयार है, लेकिन उनको मालूम है
उनका झूठ टिक नहीं पाता है और इसलिए वो चर्चा से भागते रहे। സഭാ നടപടി സുഗമമാക്കണമെന്ന രാഷ്ട്രപതിയുടെ പ്രസ്താവന പ്രതിപക്ഷം ചെവികൊള്ളുന്നില്ലെന്നും 50 ദിവസത്തെ സമയം തരൂവെന്നും ഇതിനുശേഷം രാജ്യം എങ്ങനെ മാറുമെന്ന് കണ്ടറിയുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തീവ്രവാദത്തിനും നക്സലിസത്തിനും വലിയ തിരിച്ചടിയാണ് സർക്കാർ തീരുമാനമെന്നും 100, 50 രൂപ, 20 രൂപ നോട്ടുകൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. എന്തായാലും പ്രധാനമന്ത്രിയുടെ പൊതുചടങ്ങിലെ പുതിയ പ്രസ്താവനയും വരുന്ന സഭാദിനങ്ങളിലും പ്രതിപക്ഷം ശക്തമായി ഉയർത്താൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിനെതിരെ RSSന്റെ തൊഴിലാളി സംഘടനയായ BMS രംഗത്ത്. 20 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായി BMS കുറ്റപ്പെടുത്തി. മുന്നൊരുക്കമില്ലാത്ത പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തകർത്തതായും BMS ദേശീയ അധ്യക്ഷൻ ബൈജ് നാഥ് റായ് ചൂണ്ടിക്കാട്ടി. ഇതാദ്യമായാണ് ഒരു സംഘ് പരിവാർ സംഘടന നോട്ട് നിരോധനത്തിനെതിരെ രംഗത്ത് വരുന്നത്. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടി ഉപയോഗിക്കാനാകൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ അറിയിച്ചു. പേപ്പർ നോട്ടിന് പകരം പ്ലാസ്റ്റിക് നോട്ട് പുറത്തിറക്കാനുള്ള നിർദ്ദേശം RBI അംഗീകരിച്ചതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പറഞ്ഞു. DCC പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി. തന്റെ അഭിപ്രായം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അർഹതയുള്ളവർ ധാരാളമുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതിയ DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ A ഗ്രൂപ്പിനെ വെട്ടിനിരത്തിയതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. പുനഃസംഘടനയിൽ അതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതല്ല. അതെന്റെ അഭിപ്രായം ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. അർഹതയുള്ളവർ ധാരാളമുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയാണ്. ധാരാളം പേര് അർഹതയുള്ളവരുണ്ട്. പിന്നെ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പുതിയ DCC അധ്യക്ഷന്മാരിൽ 4 പേർ മാത്രമാണ് A ഗ്രൂപ്പിൽ നിന്നുള്ളത്. ഹൈക്കമാൻഡ് തങ്ങളെ തഴഞ്ഞതിൽ ഗ്രൂപ്പിൽ അതൃപ്തി പുകയുകയാണ്. ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള ആലോചനയിലാണ് ഗ്രൂപ്പ് നേതൃത്വം. പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആലോചനയുണ്ട്. പുനഃസംഘടനയെ ചൊല്ലി വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ ഭോപ്പാലിൽ തടഞ്ഞത് ഫാസിസ്റ്റ് ആക്രമണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തടഞ്ഞത് എന്ത് നിയമമാണ്? ഇതിനെതിരെ CPM വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. EM അഷ്റഫ് വിവരങ്ങൾ നൽകും. അഷ്റഫ്, എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഭോപ്പാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞ രീതി യഥാർത്ഥത്തിൽ RSSന്റെ ഫാസിസ്റ്റ് ആക്രമണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നാണ് കുവൈറ്റിലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് മറ്റൊരു സംസ്ഥാനത്ത് സന്ദർശിക്കാനോ അല്ലെങ്കിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനോ പാടില്ല എന്ന് പറയുന്നത് തന്നെ ഇത് ഏറ്റവും വലിയ ക്രൂരമായ ഒരു ഫാസിസമാണ്. ഇതിനെതിരെ ശക്തമായി കേരളത്തിൽ പ്രതിഷേധം പൊതുയോഗം നടത്താൻ കോടിയേരി ബാലകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. മാത്രമല്ല, ഇതിൽ മറ്റൊരു സംഭവം, ഇത് ഇങ്ങനെ പോയാൽ ഒരു മുഖ്യമന്ത്രിക്കും BJPയുടെ RSSന്റെയോ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇത് ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയാണ്. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി തടഞ്ഞത് തികച്ചും അപലപനീയമാണ്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം കേരളത്തിൽ പൊതുയോഗങ്ങളും പ്രകടനവുമായി മുന്നോട്ട് വരുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയും അതിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്. നിലമ്പൂരിൽ മാവോയിസ്റ്റുകൾ വനപാലകരെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടിരുന്നതായി തെളിഞ്ഞു. മാവോയിസ്റ്റ് ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. KT സ്വാലിക് ചേരുന്നു. സ്വാലിക്, എന്തായിരുന്നു അവരുടെ പദ്ധതി? അരുൺ, കരുളായി വനത്തിൽ 3 ആഴ്ച മുമ്പ് നടന്ന വെടിവെപ്പിന് 3 ആഴ്ച മുമ്പ് നടന്ന ഒരു മാവോയിസ്റ്റ് ക്യാമ്പിന്റെ ദൃശ്യങ്ങളാണിതെന്നാണ് കരുതുന്നത്. 12 പേരുൾപ്പെട്ട ക്യാമ്പാണിത്. ഇതിൽ തെലുങ്കും കന്നഡയും ചേർന്ന ഭാഷയിൽ സംസാരിക്കുന്നത്
വിക്രം ഗൌഡയാണ്. പോലീസ് തിരയുന്ന വിക്രം ഗൌഡയാണ്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിനെയും അജിതയെയും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. വിക്രം ഗൌഡ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. പ്രധാനമായും കേരളത്തിൽ ആദിവാസി മേഖലകളിൽ നല്ല സ്വാധീനമുണ്ടാക്കാൻ ഇതിനകം CPI മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും ആദിവാസി മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിന് തടസ്സമായി നിൽക്കുന്നത് ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിലമ്പൂർ മേഖലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെന്നതിന്റെ പദ്ധതിയിട്ടതിന്റെ വ്യക്തമായ വിവരണങ്ങളും അദ്ദേഹം വിക്രം ഗൌഡ മുന്നിൽ വരിയായി നിൽക്കുന്നവർക്ക് നൽകുന്നുണ്ട്. 12 പേരാണ് ഈ സംഘത്തിലുള്ളത്. അതിനുശേഷം പതാക ഉയർത്തിയതിനു ശേഷം മുദ്രാവാക്യം വിളിക്കുന്നതും നമുക്ക് കേൾക്കാം. കേരളത്തിൽ സായുധ പോരാട്ടത്തിന് കൂടുതൽ ഊർജം നൽകണം എന്നാണ് മുദ്രാവാക്യത്തിലും നൽകുന്ന സന്ദേശം. പ്രധാനമായും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത, നിലമ്പൂർ മേഖലയിൽ നിന്ന് 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോകാൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നു എന്ന് തന്നെയാണ്. അതോടൊപ്പം പോലീസ് കരുതുന്നതിനേക്കാൾ വിപുലമായി മാസങ്ങളോളം നീണ്ട മാവോയിസ്റ്റ് ക്യാമ്പ്, ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള ക്യാമ്പ് കേരളത്തിൽ നടന്നിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവരെല്ലാം തമ്പടിച്ചിരുന്നത് ഈ ട്രൈ ജംഗ്ഷൻ എന്ന് മാവോയിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന നിലമ്പൂർ മേഖലയിലായിരുന്നു എന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. വെടിവെപ്പ് നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ലഭിച്ചത്. അരുൺ. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. 4 ദിവസമായി വാളയാർ അഹല്യ ക്യാമ്പസിൽ നടന്നുവന്ന ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു. സമ്മാന വിതരണവും സമാപന സമ്മേളനവും ഉദ്ഘാടനവും VT ബൽറാം MLA നിർവഹിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. വ്യക്തിഗത വിഭാഗത്തിലെ വിജയികൾക്ക് അഹല്യ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ട്രസ്റ്റി AG അജിത് പ്രസാദ്, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ ഡോക്ടർ RVK വർമ്മ, അഹല്യ CEO മനോജ് ടോംസ്, ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് മംഗലശ്ശേരി എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. തുടർന്ന് സംഗീത പരിപാടിയും അരങ്ങേറി.